നോക്കണം. നമ്മൾ ഇ എം എഫ് പിന്നെ ഔട്ട്പുട്ട് ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള പുറപ്പാടിലാണ്. വി ഹാവ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇൻ എ ട്രാൻസ്ഫോമർ ഇസ് ഗിവൺ ബൈ 4.44 FIM ടി എന്നെടുക്കുക, ടേൺസ്. N1 എന്നോ N2 എന്നോ എടുക്കാതെ ടേൺസ്. അപ്പോൾ പ്രൈമറി ആകുമ്പോൾ പിന്നെ T1 എന്നെടുക്കും, അല്ലെങ്കിൽ TP എന്നെടുക്കും. സെക്കൻഡറി ആകുമ്പോൾ TS എന്നെടുക്കും. വോൾട്ടേജ് പെർ ടേൺ ഈസ് നോക്കണം, നേരത്തെ എഴുതി കാണിച്ചതാണ്. ആ ഇ എം എഫിനെ നമ്മൾ ടേൺസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 4.44 F into 5M. So the window portion of a single phase transformer contains one primary and one secondary winding. നോക്കണം, ഈ നമ്മൾ നേരത്തെ ഞാൻ അതിൻ്റെ സെക്ഷൻ കാണിച്ചു. ഒരു സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിൻ്റെ വിൻഡോ പോർഷനിൽ എത്ര പ്രൈമറി എത്ര സെക്കൻഡറി ഉണ്ട് നോക്കണം. കണ്ടേ, പ്രൈമറി ഈ വിൻഡോ പോർഷനിൽ നമ്മൾ ഈ അകത്തുള്ളത് പ്രൈമറിയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പ്രൈമറി, അതുപോലെ ഇവിടെ ഒരു പ്രൈമറി, അപ്പോൾ പുറത്തുള്ളത് സെക്കൻഡറിയാണ്. അപ്പോൾ ഈ വിൻഡോ പോർഷൻ മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന വൈൻഡിങ് എന്ന് പറയുന്ന ഒരു പ്രൈമറിയുടെ പകുതിയാണ്, സെക്കൻഡറിയുടെ പകുതി. പ്രൈമറിയുടെ പകുതി ഇവിടെ, സെക്കൻഡറിയുടെ പകുതി ഇവിടെ. ഇപ്പോൾ രണ്ടോടെ ചേരുമ്പോൾ ഒരു പ്രൈമറി വൈൻഡിങ്ങും ഒരു സെക്കൻഡറി വൈൻഡിങ്ങും അവിടെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പം നമുക്ക് ടോട്ടൽ കോപ്പർ ഏരിയ ഇൻ ദ വിൻഡോ, ഇൻ വൺ വിൻഡോ, ഒരു വിൻഡോയിലുള്ള കോപ്പറിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ കോപ്പർ ഏരിയ ഓഫ് പ്രൈമറി വൈൻഡിങ് പ്ലസ് കോപ്പർ ഏരിയ ഓഫ് സെക്കൻഡറി വൈൻഡിങ്. ഒരു വിൻഡോയ്ക്കകത്ത് വിൻഡോ പോർഷനിലിരിക്കുന്നത് ഒരു പ്രൈമറി വൈൻഡിങ്ങും ഒരു സെക്കൻഡറി വൈൻഡിങ്ങും. യഥാർത്ഥത്തിൽ ഒരു ലെമ്പിന് ചുറ്റും പകുതിയും മറ്റേ ലെമ്പിന് ചുറ്റും പകുതിയും, അത് രണ്ടുകൂടെ ചേരുമ്പം ഒരു പ്രൈമറി വൈൻഡിങ്. പിന്നെ സെക്കൻഡറിയുടെ വൈൻഡിങ്ങിൻ്റെ പോർഷൻ പകുതി ഒരു ലിമ്പിലും പകുതി സെക്കൻഡ് ലിമ്പിലുമായിട്ട്, അങ്ങനെ പകുതിയും കൂടെ ചേർന്ന് സെക്കൻഡറി വൈൻഡിങ്ങിൻ്റെ കോപ്പർ ഏരിയയും ഒന്നാകും. അപ്പോൾ കോപ്പർ ഏരിയ ഓഫ് പ്രൈമറി വൈൻഡിങ് പ്ലസ് കോപ്പർ ഏരിയ ഓഫ് സെക്കൻഡറി വൈൻഡിങ്. ഏരിയ ഓഫ് പ്രൈമറി വൈൻഡിങ് കണ്ടക്ടർ, കോപ്പർ ഏരിയ എന്ന് പറയുമ്പോൾ പ്രൈമറി വൈൻഡിങ്ങിൻ്റെ കണ്ടക്ടറിൻ്റെ ഏരിയ, ഇപ്പോൾ കണ്ടക്ട് ഏരിയ 1 mm² ആണെങ്കിൽ അങ്ങനെയുള്ള 1000 ടേൺസ് ഉണ്ടെങ്കിൽ അപ്പം 1 × 1000 അതാണ് പ്രൈമറി വൈൻഡിങ്ങിൻ്റെ ഏരിയ. അപ്പം ഏരിയ പ്രൈമറി വൈൻഡിങ് കണ്ടക്ട് ഏരിയ മൾട്ടിപ്ലൈഡ് ബൈ പ്രൈമറി ടേൺസ്. സെക്കൻഡറിയുടെ കോപ്പർ ഏരിയ കണ്ടുപിടിക്കാൻ ഏരിയ ഓഫ് സെക്കൻഡറി വൈൻഡിങ് കണ്ടക്ടർ ഇൻറ്റു സെക്കൻഡറി ടേൺസ് എന്നാണ് എഴുതിയിരിക്കുന്നത്, ഇൻറ്റു സെക്കൻഡറി ടേൺസ്. അതായത് നമ്മൾ എഴുതുമ്പോൾ മൊത്തം കോപ്പർ ഏരിയ എന്ന് പറയുന്നത് AC സമം AP ഇൻറ്റു TP, പ്രൈമറി കണ്ടക്ടർ ഏരിയ ഇൻറ്റു ടേൺസ് പെർ ഫേസ് ഓഫ് ദി പ്രൈമറി വൈൻഡിങ്, നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ പ്രൈമറി വൈൻഡിങ്, സിംഗിൾ ഫേസ് ആണല്ലോ, അപ്പോൾ ടേൺസ് പെർ ഫേസ് പറയണ്ട. അപ്പോൾ AP ഇൻറ്റു TP പ്ലസ് AS ഇൻറ്റു TS, അങ്ങനെ നമുക്ക് എഴുതാം. അപ്പോൾ ഇനി AP എന്ന് പറയുന്നത് അവിടുത്തെ ഏരിയ എത്ര വരും? പ്രൈമറി വൈൻഡിങ്ങിൻ്റെ ഏരിയ, കണ്ടക്ടറിൻ്റെ ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് മൊത്തം പ്രൈമറി കറണ്ടിനെ അതിൻ്റെ കറണ്ട് ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യും. പ്രൈമറി വൈൻഡിങ് കറണ്ടിനെ കറണ്ട് ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ IP/δ കറണ്ട് ഡെൻസിറ്റിയാണ്. എന്ത് കറണ്ട് ഡെൻസിറ്റി ഉപയോഗിക്കുന്നോ അപ്പോൾ അതിനനുസരിച്ച് കറണ്ട് ഡെൻസിറ്റി 5 ആണെന്നുണ്ടെങ്കിൽ മൊത്തം കറണ്ട് 100 ആംപിയറും ആണെങ്കിൽ 100/5 20 mm² വേണം. അപ്പോൾ IP/δ ഇൻറ്റു TP പ്ലസ് IS/δ ഇൻറ്റു TS. അപ്പോൾ ഡെൽറ്റ ഡിനോമിനേറ്ററിൽ കോമൺ, അപ്പം ഡെൽറ്റ താഴെ ഡിനോമിനേറ്ററിൽ ഇൻറ്റു IP ഇൻറ്റു TP പ്ലസ് IS ഇൻറ്റു TS. ഇനി പ്രൈമറി കറണ്ട് ഇൻറ്റു പ്രൈമറി ടേൺസ് N1 ഇൻറ്റു I1. ഇതോ സെക്കൻഡറി കറണ്ട് ഇൻറ്റു സെക്കൻഡറി വൈൻഡിങ് ടേൺസ് N2 ഇൻറ്റു I2 എന്ന് നമുക്ക് എടുക്കാം. അങ്ങനെയാകുമ്പോൾ അപ്പോൾ അതേപോലെ ഒരു ട്രാൻസ്ഫോമറിൽ
For an ideal transformer, primary ampere turns എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻറ്റു ടേൺസ് ആണല്ലോ ആംപിയർ ടേൺസ്. പ്രൈമറി ആംപിയർ ടേൺസ് ഈസ് ഈക്വൽ ടു സെക്കൻഡറി ആംപിയർ ടേൺസ്. അപ്പോൾ അതായത് N1I1 സമം N2I2. ഇത് ട്രൂ ആണ്. ഒരു ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ച് ദിസ് റിലേഷൻഷിപ്പ് ഈസ് ട്രൂ. പ്രൈമറി ആംപിയർ ടേൺസ് ഈസ് ഈക്വൽ ടു സെക്കൻഡറി ആംപിയർ ടേൺസ്. N1I1 സമം N2I2 ആണ് എന്ന് പറയുന്നത് തന്നെയാണ് ഈ TP/IP. ഇവിടെ N1നും N2നും പകരം TPയും TS വന്നിരിക്കുകയാണെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആൻഡ് I1 I2ന് പകരം IP IS. അപ്പോൾ TP ഇൻറ്റു IP പ്ലസ് IS ഇൻറ്റു T, ഇത് രണ്ടും ഒന്നാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ആംപിയർ ടേൺസാണ്, ആംപിയർ ഇൻറ്റു ടേൺസാണ്. AT എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്, MMF, ആംപിയർ ടേൺസ്. അപ്പോൾ അതിനെ നമ്മൾ ചുരുക്കത്തിൽ ഇത് 2AT, 2 ആംപിയർ ടേൺസ്, 2AT ബൈ ഡെൽറ്റ എന്ന് എടുക്കാം. അപ്പോൾ 2AT ബൈ ഡെൽറ്റ. സോ ദ കോപ്പർ ഏരിയ ഈസ് ഈക്വൽ ടു 2AT ബൈ ഡെൽറ്റ. ഇനി ഇതിന് ദിസ് ഇക്വേഷൻ നമ്പർ 1. വിൻഡോ സ്പേസ് ഫാക്ടർ ഉണ്ട്. വിൻഡോ സ്പേസ് ഫാക്ടർ KW എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞത് കോപ്പർ ഏരിയ ഡിവൈഡഡ് ബൈ ടോട്ടൽ വിൻഡോ ഏരിയ. വിൻഡോ ഏരിയ AW എന്ന് പറയുന്നു, കോപ്പർ ഏരിയ AC എന്ന് പറയുന്നു. അപ്പം KW, the window space factor, is equal to AC by AW, where AC is the copper area and AW is the window area. അപ്പോൾ അതിൽ നിന്ന് അപ്പോൾ നമുക്കത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് so AC is equal to AW into KW. Copper area സമം AW into KW. But AC is equal to 2AT by delta എന്ന് നമ്മൾ കണ്ടു. അത് ബൈ ഇക്വേഷൻ 1. അപ്പം ഇവിടെ ACക്ക് പകരം നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 2AT by delta സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, AW into KW. അതിൽ നിന്ന് AT can be substituted like this, KW into AW into delta divided by 2. AT is equal to AW into KW into delta divided by 2. അതാണ് AT. So we get another equation. ഇനി നമുക്ക് എന്താണ് ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്? റേറ്റിംഗ്. വി ഹാവ് റേറ്റിംഗ് ഓഫ് എ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ KV അല്ലെങ്കിൽ വോൾട്ടാംപിയർ. അപ്പോൾ ഇത് സിംപ്ലി V ഇൻറ്റു I വിൽ ഗീവ് യു വോൾട്ടാംപിയർ. KV ആക്കണമെങ്കിൽ അതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ 10⁻³ സോ ദ KV റേറ്റിംഗ് ഓഫ് ദ ട്രാൻസ്ഫോമർ ഈസ് VP ഇൻറ്റു IP ഇൻറ്റു 10⁻³ VP എന്ന് പറഞ്ഞാൽ പ്രൈമറി വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ സെയിം ഇൻഡ്യൂസ്ഡ് EMF EP ഇൻറ്റു IP. EP എന്ന് പറഞ്ഞാൽ മൊത്തം പ്രൈമറി വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ET ഇൻറ്റു വോൾട്ട്സ് പെർ ടേൺ ഇൻറ്റു പ്രൈമറി ടേൺസ്. വോൾട്ട്സ് പെർ ടേൺ, മൊത്തം വോൾട്ടേജ് എന്ന് പറയുന്നത് ടേൺസ് പെർ ടേൺ, ഒരു ടേണിലുള്ള വോൾട്ടേജ് ഗുണം ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു IP ഇൻറ്റു ഇതെന്ന് പറഞ്ഞാലോ ഈസ് 4.44 ഇൻറ്റു FIM നേരത്തെ കണ്ടു. ഇനി TP ഇൻറ്റു IP എന്ന് പറയുന്നത് AT ആണ്. TP ഇൻറ്റു IP ആംപിയർ ടേൺസ്. TP ഇൻറ്റു IP ഈസ് ആംപിയർ ടേൺസ്. അതിന് പകരം നമ്മൾ ആംപിയർ ടേൺസ് TP ഇൻറ്റു IP KW AW ഇൻറ്റു ഡെൽറ്റ ബൈ 2 KW ഇൻറ്റു AW ഇൻറ്റു ഡെൽറ്റ ബൈ 2 ഇൻറ്റു 10⁻³ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ 2 കൂടെ പോയി 2.22 FIM AW ഇൻറ്റു KW ഇൻറ്റു ഡെൽറ്റ ഇൻറ്റു 10⁻³ 2.22 ഇൻറ്റു F ഇൻറ്റു FIM എന്ന് പറഞ്ഞാലോ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ഓഫ് ദി അയൺ BM ഇൻറ്റു AI ഇൻറ്റു AW ഇൻറ്റു KW ഇൻറ്റു ഡെൽറ്റ ഇൻറ്റു 10⁻³ ഇത് നമുക്ക് എഴുതാം. അപ്പോൾ അത് ഫോളോ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ തന്നു ഈസ് ക്വാണ്ടിറ്റി ഇൻസൈഡ് ദ ബ്രാക്കറ്റ് 2.22 ഇൻറ്റു F ഇൻറ്റു BM ഇൻറ്റു KW ഇൻറ്റു ഡെൽറ്റ ഇൻറ്റു 10⁻³ ഇത് ഇത്രയും കോൺസ്റ്റൻ്റാണ്. അപ്പോൾ നമുക്കത് C0 എന്നിടാം. C0 into AW into AI. So we get Q equal to, the output of a transformer is given by Q equal to C0 into AW AI. Q is equal to C0 into AW into AI. So where C0 is the output coefficient, and remember that is 2.22 into F into BM into KW into delta into 10⁻³
AW is the window area and AI is the iron area.